SSFന്റെ വിദ്യാർത്ഥികളോട്, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കുക, ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യന് വലിയ നേട്ടങ്ങളുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധാരണ മനുഷ്യന്റെ കഥ ഞാൻ ചിന്തിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഒരാളാണ്. അദ്ദേഹം ജമാഅത്ത് ഒഴിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. വ്യക്തമായി തന്നെ പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ പിതാവ് ഇത് പറയട്ടെ, അദ്ദേഹം ജമാഅത്ത് ഒഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. എല്ലാ സമയത്തും ജമാഅത്തിന് പോകും. എന്നിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ഗുണം ഞാനിങ്ങനെ ആലോചിച്ചു. മരിക്കുന്ന ദിവസം മർക്കസ് സഖാഫത്തി സുന്നിയുടെ ഹോസ്പിറ്റൽ പൂനൂരിൽ, മദീനത്തുന്നൂരിലെ ഹോസ്പിറ്റൽ കിടക്കുന്നു. ഞാനും അവയനത്ത് തങ്ങളും രാത്രി മഗ്‌രിബിന് ശേഷം അവിടെ എത്തിയപ്പോൾ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയാണ്. എന്നെ മഗ്‌രിബിന് തന്നെ ഇവരൊക്കെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ രണ്ടാളും വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയി. എന്താണ് ഇതിന് കാരണം? ജീവിതത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ഏറ്റവും വലിയ പതിവുള്ള വ്യക്തിയായിരുന്നു. ഈ അടുത്ത കാലത്ത് എന്റെ ഒരു സഹോദരൻ മരിച്ചു. അദ്ദേഹത്തിന്റെയും സ്ഥിതി അത് തന്നെ. മരിക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി വസിയത്ത് ചെയ്ത് ഞാൻ ഇതാ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉച്ചത്തിൽ പറഞ്ഞു മരിച്ചുപോയി. കാരണം അദ്ദേഹം ജമാഅത്ത് ഓടിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ SSFന്റെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, നിസ്കരിക്കുന്നത് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 7 വയസ്സായ സമയത്ത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മനഃപ്പാഠമാക്കുകയും ചെയ്തിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പഠിക്കാൻ പോയ ചരിത്രം നിങ്ങൾ കേട്ട് കാണും. 7 വയസ്സ് മാത്രം. ആ സമയത്ത് രാത്രി ഒരൽപ്പം വെള്ളം കിടക്കുന്ന കട്ടിലിന്റെ ചുവട്ടിൽ വെച്ചു. സുബഹിയായപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ശാഫി ഇമാം രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത് കണ്ട ഉടനെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, ഒരു മുതഅല്ലിമു തഹജ്ജുദ് ഉപേക്ഷിക്കുകയോ എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഗുരുനാഥന്റെ ആ വാക്ക് എന്റെ നെഞ്ചിലേക്ക് തറച്ചുപോയി, അമ്പ് തറച്ചതുപോലെ തറച്ചുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗത്തിന്റെ രാത്രി പോലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, മറ്റുള്ള നിസ്കാരം, ഇതിലൊക്കെ SSF വിദ്യാർത്ഥികളെ നിങ്ങൾ മാതൃകയാവണം. ഞാനും നിങ്ങളും മാതൃകയാവണം. അല്ലാഹുവിന് വഴിപ്പെടണം. നമ്മൾ ചെയ്യാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ഫലപ്രദമാവുകയില്ല. അതുപോലെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം പൂർണ്ണമായും മുക്തമാവാതെ തെറ്റ് ചെയ്യരുതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഭയപ്പെടുക, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക. പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തനം ശക്തമാക്കുക, നമ്മുടെ യൂണിറ്റുകൾ ശക്തമാക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. മറുകക്ഷികൾ ഒന്നും പഠിക്കാതെ എന്തോ ചില 1, 2, 4 ചോദ്യങ്ങളും അതിന്റെ മറുപടികളും മാത്രം പറഞ്ഞുകൊണ്ട് അവർ സുന്നികളെ കബളിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നമ്മുടെ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ, നമ്മുടെ
സാധാരണക്കാരായ ജനങ്ങൾക്ക് SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് അവസാനമായി